തെരഞ്ഞെടുപ്പിൽ CPM ആണ് BJPക്ക് വേണ്ടി കൊട്ടേഷൻ പണിയെടുത്തത്. CPM ആണ് BJP പോലും പറയാനിറക്കുന്ന തരത്തിൽ വർഗീയമായിട്ടുള്ള വിഷലിപ്തമായിട്ടുള്ള പ്രചരണം അഴിച്ചുവിട്ടത്. എനിക്ക് നേരെ, ഒരു സാധാരണക്കാരനായിട്ടുള്ള എനിക്ക് നേരെ 2 പത്രങ്ങളിൽ പരസ്യം കൊടുത്ത്, വർഗീയ പരസ്യം കൊടുത്തതിന് ഈ പാലക്കാട്ടെ ജനങ്ങൾ, പ്രബുദ്ധരായ ജനങ്ങൾ കൊടുത്ത തിരിച്ചടിയാണ്. എന്താ പറഞ്ഞിരുന്നത്? UDF ജയിക്കുമ്പോ മുസ്ലിം കൺസോൾട്ടേഷൻ ആവുന്നത്. എന്നിട്ട് എണ്ണി നോക്കിയപ്പോഴോ ഹിന്ദു മേഖലകളടക്കം UDFനല്ല ലീഡ് വന്നത്. ഇതാണ് ഇന്ത്യയുടെ വിജയം. ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും, പാലക്കാട്ടെ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ഒറ്റക്കെട്ടായി മതനിരപേക്ഷതയ്ക്ക് വേണ്ടി ചെയ്ത വോട്ടാണ്, മതേതരത്വത്തിന് വേണ്ടി ചെയ്ത വോട്ടാണ്. ഇവിടെ സുരേന്ദ്രൻ, ഞാൻ പറഞ്ഞല്ലോ, സുരേന്ദ്രൻ പറഞ്ഞ എന്തെങ്കിലും ഒരു കാര്യം കേരള രാഷ്ട്രീയത്തിൽ ശരിയായി വന്നിട്ടുണ്ടോ? അല്ല, സുരേന്ദ്രൻ തോൽക്കുന്നതിന്റെ അവസാന നിമിഷം വരെ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്ന നേതാവാണ്. അതിന് ഏത് തെരഞ്ഞെടുപ്പ് നടന്നാലും അങ്ങനെയാണ്. പക്ഷെ ഞാൻ കേരളത്തിലെ എന്നെ ശ്രമിക്കുന്ന എന്റെ പഴയ പാർട്ടിയിലെ BJPയിലെ സഹപ്രവർത്തകരോട് പറയാണ്, നിങ്ങൾക്ക് എന്നോട് വിരോധം ഉണ്ടാകാം, നിങ്ങൾക്ക് എന്നോട് വിഷമുണ്ടാകാം, പക്ഷെ ഞാൻ തെരഞ്ഞെടുത്ത പാത ശരിയായിരുന്നു എന്ന് നിങ്ങൾ നാളെ ബോധ്യപ്പെടും. സുരേന്ദ്രനും അദ്ദേഹത്തിന്റെ കൂടെയുള്ള സംഘവും കേരളത്തിലെ BJPയെ എപ്രകാരമാണ് നശിപ്പിക്കുന്നത് എന്ന് നിങ്ങൾക്ക് ബോധ്യമുള്ള കാര്യമാണ്. എന്നോടുള്ള വിരോധത്തിന്റെ പേരിൽ സുരേന്ദ്രനെ അനുകൂലിക്കാൻ പോയവർ, പാർട്ടിയെ, ആ BJP എന്ന പാർട്ടിക്ക് വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ടവർ ഒരുപാട് മനുഷ്യരുണ്ടല്ലോ, അവരൊക്കെ തിരിച്ചറിയട്ടെ സുരേന്ദ്രനും സംഘവും എപ്രകാരമാണ് ആ പാർട്ടി